മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാലായിൽ നിന്നാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പാലാ മുത്തോലിക്കടുത്ത് ഒരു 42 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന, എന്നാൽ നെഗോഷ്യബിളും ആയിട്ടുള്ള നല്ലൊരു 7 സെന്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 1300 സ്ക്വയർ ഫീറ്റോളം വരുന്ന 2 വർഷത്തോളം പഴക്കമുള്ള നല്ല ഒരു വീടിന്റെ വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്തതുമായ നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോവുക. ചോദിക്കുന്ന വില 42 ലക്ഷം രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു. 7 സെന്റ് സ്ഥലമാണ്, 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്. വിലക്കുറവിൽ സ്ഥലം അന്വേഷിച്ച് അല്ലെങ്കിൽ വീട് അന്വേഷിച്ച് വരുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. നാട്ടിലെ മെറ്റീരിയൽ കോസ്റ്റുകൾ ഭീകരമായ രീതിയിൽ വർദ്ധിക്കുന്നത് കാരണം വിലക്കുറവിലുള്ള വീടുകൾ പണിയുന്ന ബിൽഡേഴ്സ് പണികൾ ഇപ്പോൾ നിർത്തിയിരിക്കുക. കാരണം ഇപ്പൊ എല്ലാം 60, 70, 80, 1 കോടി 1.5 കോടി അങ്ങനെയുള്ള വീടുകളിലേക്ക് മാറി ബിൽഡേഴ്സ് ഒക്കെ. കാരണം 40 രൂപ 20 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ടുള്ള വീടുകൾ അന്വേഷിച്ച ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. അപ്പോൾ ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ മുഴുവൻ ദൃശ്യങ്ങളും കാണാൻ മറക്കരുത്. ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് കാണണം, നേരിൽ കാണണം, സ്വന്തമാക്കണം എന്ന ആഗ്രഹം തോന്നിയാൽ ഉടൻ തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ വീഡിയോ എടുപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാലാ മുത്തോലിക്ക് സമീപത്താണ്. മുത്തോലിക്ക് സമീപത്ത് ഒരു 7 സെന്റ് സ്ഥലത്തില് നല്ല ഒരു കിടുക്കൻ വീട്, നല്ലൊരു റെസിഡൻഷ്യൽ മേഖല. ഇത് അടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു റെസിഡൻഷ്യൽ മേഖല. കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട്. ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 42 ലക്ഷം രൂപ മാത്രം. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടെ മുത്തോലി കവലയിൽ നിന്ന്, അതായത് ബ്രില്യൻ്റ് കോളേജിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രം മാറി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ, വെള്ളം കയറാത്ത മേഖലയിലുള്ള നല്ല ഒരു അടിപൊളി വീട്. അതാണ് ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെ നിങ്ങളെ കാണിക്കുക. ഉദ്ദേശം 2 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഇവിടെ 2 ഗേറ്റ് ഉണ്ട്. ഒന്ന് വീടിൻ്റെ കാർ പോർച്ചിനകത്തേക്ക് കയറുവാനായിട്ടുള്ള ഗേറ്റ്. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് നമ്മൾ കണ്ടു. ഈ 2 ഗേറ്റ് ഉണ്ട്. മുകളിലേക്ക് കയറുവാനായിട്ട് കോൺക്രീറ്റ് കൊണ്ട് തന്നെയുള്ള സ്റ്റെയർ കേസ് പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാർ പോർച്ച്, സിറ്റ് ഔട്ട് കാര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരെ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. 2 വർഷമായിട്ട് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ഇവർ നേരത്തെ താമസിച്ചിരുന്ന നാട്ടിലേക്ക് തന്നെ ഒരു വലിയൊരു വീട് പണിത് പോകുവാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീട് സെയിൽ ചെയ്യുന്നത്. പിള്ളേരെല്ലാം വിദേശത്ത് ആയതുകൊണ്ട് ഇപ്പോൾ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള രീതിയിൽ തന്നെ ഉദ്ദേശിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വീകരണ മുറിയിലേക്ക് കടന്നു. ഇത് നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഉണ്ട്. അവിടുന്ന് ജിപ്സം വർക്കുകളൊക്കെ, നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ്. നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി. ഇവിടെ നമ്മുടെ കർട്ടൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ഇതിന്റെ സ്ഥലവും ഉദ്ദേശം 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും കൂടിയാണ്. 42 ലക്ഷം രൂപ 42 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. വിലക്കുറവിലുള്ള വീടുകൾ അന്വേഷിച്ച് ഒട്ടനവധി ആൾക്കാർ വരാറുണ്ട്. മീനച്ചൽ ഹോംസിനെ വിളിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ, ഇപ്പോൾ പുതിയ വീടുകളൊന്നും ഈ റേറ്റിലുള്ള കിട്ടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വർഷം, 2 വർഷം, 3 വർഷമൊക്കെ പഴക്കമുള്ള വീടുകൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാരണം എല്ലാവർക്കും വീട് എന്നുള്ളൊരു സ്വപ്നം മീനച്ചൽ ഹോംസിന് ഉണ്ട്. ചെറിയ ബഡ്ജറ്റോ വലിയ ബഡ്ജറ്റോ എന്നുള്ളത് നോക്കാതെ എല്ലാവർക്കും വീട്, കാശ് എന്താ പറയുന്നത്, ബഡ്ജറ്റ് കൂടുതലുള്ളവർ വലിയ വീട് തന്നെ വാങ്ങിക്കുക, ഇല്ലാത്തവർ ചെറിയ വീടുകളും അവർക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഒരു കോമൺ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് വന്നത്. കോമൺ ടോയ്ലറ്റ്, നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ്, ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷ് ഏരിയ
മെയിൻ വാഷ് ഏരിയ ഇവിടെയാണ്, ഡൈനിങ് ഹാളിന് സമീപത്ത്. ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവരിവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ട് നമ്മൾ അവരുടെ ഒരു പ്രൈവസിയെ കരുതി നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് എല്ലാ എടുക്കുന്നത് പോലെ നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ താമസിക്കുന്ന വീടുകൾ ഷൂട്ട് ചെയ്തോ എന്ന് അവർ പറഞ്ഞാലും നമുക്കൊരു മടിയാണ്. കാരണം അവരുടെ ഒരു പ്രൈവസി എന്നുള്ളത്, എല്ലാ മനുഷ്യനും അവരുടേതായ ഒരു പ്രൈവസിയെ നമ്മൾ വിലമതിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ഈ വീട് സ്ഥലവും നേരിട്ട് കാണാം. നേരിട്ട് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറ്റു കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും മീനച്ചിൽ ഹോംസ് നിങ്ങളോടൊപ്പം അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബെഡ്റൂം. ഇതാണ് ഇവിടെ ഒരു ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ്. അങ്ങനെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഒരു കടകളിലേക്കൊക്കെ ഇറങ്ങേണ്ട ആവശ്യങ്ങളൊക്കെ വന്നാൽ കടകളിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 300 മീറ്റർ ദൂരമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് 500 മീറ്റർ ദൂരമാണ്. പാല ഏറ്റുമാനൂർ സൈഡിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും 100 മീറ്റർ അടുത്ത് വരെയും വരുന്നതാണ്. സ്കൂൾ ബസ്സുകൾ കുട്ടികളെ സ്കൂളിൽ വിടുവാനൊക്കെ ആയിട്ട് അത് പാല, ചാവറ, അതുപോലെ തന്നെ ഭരണങ്ങാനം സ്കൂള്, ഇങ്ങനെയൊക്കെയുള്ള സ്കൂളുകളിൽ നിന്നെല്ലാം ഏറ്റുമാനൂരിലെ സ്കൂൾ ബസ്സുകൾ, ഇതെല്ലാ ബസ്സുകളും ഇതുവഴി വരുന്നതാണ്. അപ്പോൾ സ്കൂളിൽ കുട്ടികളെ വിടുവാനായിട്ട് നമ്മൾ 100 മീറ്റർ അടുത്ത് വരെയും കൊണ്ടുപോയി വിട്ടാൽ മതി. പിന്നെ എല്ലാം നല്ല അയൽവാസികളാണ്. നമ്മളെല്ലാ വീഡിയോ നമ്മൾ അയൽവാസികൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെയാണ് നമ്മൾ സംസാരിക്കാറ്. കാരണം അയൽവാസികൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, നല്ല അയൽവാസികൾ വേണം. ഇവിടെ നല്ല അയൽവാസികളുള്ള നല്ല ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞ് കിച്ചണിലേക്ക് നമ്മൾ കയറി. വലിപ്പമുള്ളൊരു കിച്ചൺ, നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. കിച്ചണ്, വർക്ക് ഏരിയ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോകുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എന്താ പറയുക, വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിച്ച് വന്ന് കാണുക. കാരണം വീടുകളൊക്കെ പെട്ടെന്ന് സെയിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, വീടുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടാൽ ഉടനടി തന്നെ വില സംസാരിക്കുക. വീടുകൾ ഇതെല്ലാം വിൽക്കാനായിട്ട് കിടക്കുന്ന വീടുകൾ എന്നുള്ള രീതിയിൽ ഒരിക്കലും മീനച്ചിൽ ഹോംസ് പറയില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ വരുന്ന വീടുകളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് സെയിലാക്കുന്നുണ്ട്. കാരണം നമുക്ക് അതുപോലെ ക്ലയൻസ് വീട് മേടിക്കുവാനും അതുപോലെ തന്നെ ചെറിയ ഹൗസ് പ്ലോട്ടുകൾ മേടിക്കുവാനും ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ചിലവരൊക്കെ വീഡിയോയിൽ റീച്ച് കിട്ടുവാനും വീഡിയോയ്ക്ക് വ്യൂ കിട്ടുവാനും ഒക്കെ ആയിട്ട് എന്താ പറയുക, അവരുടെ തമ്പനയിലായിട്ട് കൊടുക്കുന്നത് തന്നെ ഇവിടെ വീടെല്ലാം വെറുതെ കിടക്കുക എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ചും ചില ഏരിയയിലുള്ള ചില യൂട്യൂബ് ചാനലുകാർ അങ്ങനെ കൊടുക്കാറുണ്ട്. അത് തികച്ചും തെറ്റിദ്ധാരണജനകമാണ്. വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയാൽ മാത്രം പോരല്ലോ, കച്ചവടം കൂടെ നടക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ തികച്ചും തെറ്റിദ്ധാരണജനകമായ രീതിയിൽ അല്ല, വീടുകളൊക്കെ നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വിളിച്ചിട്ട് വരിക, നേരിട്ട് ഈ പ്രോപ്പർട്ടി കാണാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.